നാലുഭാഗവും കാടുകളാൽ ചുറ്റപ്പെട്ട കൊടും വനത്തിന് നടുവിലുള്ള മനോഹരമായ ഒരു പട്ടണം. വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ അഭയം തേടിയ സീതാദേവിയുടെ കഥ ഓർമ്മിപ്പിക്കുന്ന ഒരു നാട്. കുടിയേറ്റ കർഷകരുടെ കഠിനാധ്വാനത്തിന്റെ കഥ പറയുന്ന അതിമനോഹരമായ ഒരു നാട്. ഇതാണ് കറുത്ത പൊന്നു വിളയുന്ന നാട്, കരിമം എന്ന പുൽപ്പള്ളി. ആയിരത്തി 1940കളിലാണ് തിരുവിതാംകൂറിൽ നിന്നും പുൽപ്പള്ളിയിലേക്കുള്ള കുടിയേറ്റം ആരംഭിച്ചത്. അതുവരെ ഹ്രസ്വകാല വിളകളിൽ ജീവിതം പുലർത്തിയവർ 1973 തങ്ങളുടെ ഭൂമിക്ക് പട്ടയം കിട്ടിയതോടെയാണ് കുരുമുളക് പോലുള്ള ദീർഘകാല വിളകളിലേക്ക് മാറിത്തുടങ്ങിയത്. പുൽപ്പള്ളി ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഭൂമി അങ്ങനെ കുടിയേറ്റ കർഷകരുടെ പൊന്നു വിളയുന്ന മണ്ണായി. 70കളിൽ ഇവിടുത്തെ കറുത്ത മണ്ണിൽ കുരുമുളക് വേരുപിടിച്ചതോടെ പുൽപ്പള്ളിയിൽ പൊന്നു വിളഞ്ഞു. പുൽപ്പള്ളിയിൽ വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉയരുവാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. കെട്ടിട നിർമ്മാണത്തിനായി ധാരാളം തൊഴിലാളികൾ ഇവിടേക്ക് എത്തുകയായി. ഒക്ടോബറോടെ കുരുമുളക് പറിക്കുവാനായി അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ആ കാലഘട്ടങ്ങളിൽ ധാരാളം തൊഴിലാളികൾ ഇവിടേക്ക് കൂട്ടമായി എത്തുമായിരുന്നു. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ, വേളാങ്കണ്ണി, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് തമിഴർ കൂടുതലായും എത്തിയിരുന്നത്. അവരിൽ പലരും തിരിച്ചുപോകാതെ ഈ നാട്ടിൽ തന്നെ ജീവിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ കാലം ചെന്നപ്പോൾ പുൽപ്പള്ളിയിലെ മീനംകൊല്ലി ഒരു തമിഴ് സെറ്റിൽമെന്റ് തന്നെയായി മാറി. ഇതാണ് സീതാദേവി ലവകുശ ക്ഷേത്രം. സീതാദേവിയും ലവകുശമാരും പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. ഐതിഹ്യമനുസരിച്ച് സീതാദേവിയുടെ 2 പുത്രന്മാരായ ലവനും കുശനും അശ്വമേധത്തിന്റെ ഭാഗമായി ശ്രീരാമൻ അയച്ച കുതിരയെ തടഞ്ഞു നിർത്തി പിടികൂടിയത് ഇവിടെയായിരുന്നു എന്നാണ് വിശ്വാസം. 18ാം നൂറ്റാണ്ടിൽ പഴശ്ശിരാജാവാണ് പുൽപ്പള്ളിയിലെ സീതാദേവി ക്ഷേത്രം നിർമ്മിച്ചത്. തന്റെ സേനാനായകരുമായുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും ഈ ക്ഷേത്രത്തിന്റെ മുറ്റത്താണ് നടത്തിയിരുന്നത് എന്നും പറയപ്പെടുന്നു. 1987 മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനി മാനേജിംഗ് ഡയറക്ടർ വയനാട്ടിലെ പുൽപ്പള്ളിയിലെത്തി. പുൽപ്പള്ളി എങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ മഹീന്ദ്ര ജീപ്പുകളുള്ള ഗ്രാമമായി എന്ന കൗതുകം അന്വേഷിച്ചായിരുന്നു ആ സന്ദർശനം. അതിനു പിന്നിൽ ഉണ്ടായിരുന്നത് വലിയ രഹസ്യമൊന്നുമല്ല, മണ്ണിൽ അവർ വിളയിച്ച കറുത്ത പൊന്നായിരുന്നു കാര്യം. പുൽപ്പള്ളിയിൽ നിന്നും കുരുമുളക് വിൽക്കുവാൻ പോയാൽ മഹീന്ദ്രയുടെ പുത്തൻ ജീപ്പുമായി മടങ്ങിവരാമെന്ന് ഒരു ചൊല്ലുപോലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. 80കളിൽ 2500 ജീപ്പുകളെങ്കിലും പുൽപ്പള്ളി, മുള്ളംകൊല്ലി പഞ്ചായത്തുകളിലെ നാട്ടുവഴികളിൽ ഓടിയിട്ടുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ആ കാലഘട്ടത്തിന്റെ സ്മാരകമായി ഇന്ന് വയനാട്ടിലെ ഏറ്റവും നല്ല ഗ്രാമീണ റോഡുകളുള്ള ഗ്രാമപഞ്ചായത്തുകളാണ് പുൽപ്പള്ളിയും മുള്ളംകൊല്ലിയും. ആ കാലഘട്ടത്തിൽ കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇവിടെ നിന്നാണത്രേ ജീപ്പുകൾ കൊണ്ടുപോയിരുന്നത്. ഇതും ഓർമ്മകളിലെ ഒരു കൗതുകമാണ്. വയനാട്ടിലെ ഏറ്റവും സമ്പന്നമായ കുടിയേറ്റ ഗ്രാമമായിരുന്നു പുൽപ്പള്ളി. 82 മുതൽ 95 വരെയുള്ള കാലം കുരുമുളക് കൃഷിയിൽ നിന്നുള്ള വരുമാനമാണ് ഈ ഗ്രാമത്തിന്റെ സാമ്പത്തിക അടിത്തറ രൂപപ്പെടുത്തിയത്. പക്ഷേ ഇന്ന് പുൽപ്പള്ളിയിലെ സ്ഥിതിഗതികൾ ആകെ മാറിവരികയാണ്. കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് കാര്യം. മണ്ണിനോട് പൊരുതിയാണ് പുൽപ്പള്ളി പൊന്നു വിളയിച്ചത്. മണ്ണും വിളയും ചതിച്ചെങ്കിലും തോൽക്കാതെ വിദേശങ്ങളിലേക്ക് കുടിയേറി ആ സുവർണകാലം നിലനിർത്തുവാനാണ് പുൽപ്പള്ളിക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇവിടുത്തെ യുവാക്കളുടെ സ്വപ്നഭൂമി. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം ഒരു കുടിയേറ്റ കാർഷിക ഗ്രാമത്തെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുകയും വിദേശങ്ങളിലേക്ക് കുടിയേറുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിലൂടെയാണ് ഇന്നീ നാട് കടന്നുപോകുന്നത്. ഇത്തരം വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ മിസ്റ്റർ പുഴക്കര എന്ന പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മറ്റൊരു നാടിന്റെ കഥയുമായി ഞാൻ മിസ്റ്റർ പുഴക്കര വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ബൈ. आज रोजा हूँ वो